കാനഡയിൽ നമ്മൾ വീട് മേടിക്കുമ്പോഴത്തേക്കും ആൾക്കാർ ഒരു ഫൈനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു നമ്മുടെ ഒരു പ്രൈമറി റെസിഡൻസ് നമ്മളെ സംബന്ധിച്ച് ഒരു അസറ്റ് ആണോ ലയബിലിറ്റി ആണോ എന്നൊരു കമ്പാരിസൺ എപ്പോഴും നടത്താറുണ്ട്. പൊതുവെ ആൾക്കാർ തർക്കിക്കാറുണ്ട്. കാരണം ഈ ഒരു ഫസ്റ്റ് ഹോം എന്ന് പറയുന്നത് ഒരു അസറ്റ് അല്ല, അതൊരു ലയബിലിറ്റി ആണ്. നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കത്തുള്ളൂ പറയും. പക്ഷേ നമ്മുടെ ഈ ഒരു കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർ ദ പീരീഡിൽ എന്തായാലും ഒരു വാല്യൂ അപ്രിസിയേഷൻ ഈ ഒരു വീടിന് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളൊരു വീട് മേടിക്കുമ്പോഴത്തേക്കും കാനഡ മേടിക്കുമ്പോഴത്തേക്കും അത് എന്തായാലും ഒരു നഷ്ടമാകത്തില്ല. അതൊരു അസറ്റ് എന്ന് തന്നെ നമുക്ക് എപ്പോഴും പറയാം. മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കോസ്റ്റുകൾ ഈ ഒരു ഹോം മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അത് മോർഗേജ് ഉണ്ട്, പ്രോപ്പർട്ടി ടാക്സ് ഉണ്ട്, മെയിൻ്റനൻസ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മന്ത്ലി ഒരു കോസ്റ്റ് വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീടുകളെ ഒരു കൺസംഷൻ അസറ്റ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ അസറ്റ് എന്നൊക്കെ എപ്പോഴും ഈ ഒരു വീടുകളെ പറ്റി പറയാറുണ്ട്. കനഡിയൻ ഹോംസിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഒരേ സമയം അത് അസറ്റും ഒരേ സമയം അത് ലയബിലിറ്റിയാണ്. അതുകൊണ്ട് ഓവർ ദ പീരീഡ് ഓഫ് ടൈമിൽ ഈ ഒരു വാല്യൂ അപ്രിസിയേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഒരു നഷ്ടമായ ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഇപ്പം നമ്മൾ മന്ത്ലി റെന്റ് കൊടുത്ത് നമ്മൾ അത് പോകുന്നതിനേക്കാളും എപ്പോഴും ഒരു ബെസ്റ്റ് ഡിസിഷൻ ആണ് ഒരു വീട്ടിലേക്ക് മാറി നമ്മൾ മോർഗേജ് കൊടുക്കുന്നത്. ഓവർ ദ പീരീഡിൽ ഒരു വാല്യൂ അപ്രിസിയേഷന് ഈ ഒരു കനേഡിയൻ റിയൽ എസ്റ്റേറ്റിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇവിടെ കാനഡയിൽ നമ്മൾ ഗവൺമെന്റ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈമറി റെസിഡൻസ് എന്ന് പറയുന്നൊരു കാറ്റഗറി നമ്മൾ വീട് വിൽക്കുമ്പോഴത്തേക്കും ആ ക്യാപിറ്റൽ ഗെയിൻ ടാക്സുകളിലൊക്കെ ഗവൺമെന്റ് ഒത്തിരി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ടാക്സും കാര്യങ്ങളും നമ്മൾ അധികം കൊടുക്കേണ്ടി വരികയല്ല ഈ ഒരു പ്രൈമറി റെസിഡൻസ് നമ്മൾ വിൽക്കുമ്പോഴത്തേക്കും. അതിന്റെ ഒരു വാല്യൂ അപ്രിസിയേഷന് നമുക്ക് അത് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്യാപിറ്റൽ ഗെയിനിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഉള്ളതുകൊണ്ട്. അപ്പോൾ കനേഡിയൻ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോസിന് അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ. കൂടുതൽ ഇൻഫർമേഷന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ഹാവ് എ വണ്ടർഫുൾ ഡേ.